ഹായ് ഗായ്സ്. അപ്പോഴേ ഞാനിട്ട് കുറെ മുന്നിട്ടൊരു വീഡിയോയ്ക്ക് ഒരു താജുദ്ദീൻ ഇട്ടൊരു കമന്റാണ് ഇട്ടത്. ഇതൊന്ന് വായിക്കേ. എങ്ങനെയുണ്ട്? ഇതിനുള്ള മറുപടി ഞാനതിൽ റിപ്ലൈ കൊടുത്തിട്ടില്ല. ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും റിപ്ലൈ കൊടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യട്ടാ. ഈ മൊണ്ണനോട് പറയാൻ എനിക്ക് ഒന്നേ ഉള്ളൂ, താന് എന്ത് കുഷ്ഠരോഗം ബാധിച്ചിട്ടാണ് ഇങ്ങനൊരു കമാൻഡ് ഇട്ടതെന്ന് എനിക്കറിയില്ല. എന്താണെങ്കിലും താൻ പറയുന്നൊരു സംഭവം ഉണ്ട് ഇതില്. ഈ സ്ത്രീകൾക്ക് പ്രസവം മാത്രമാണ് അവരുടെ ജോബ്. അതൊരു ജോബാണോ? അത് ജോബ് എന്നെങ്കിൽ തന്നെ പോലുള്ള വാഴനൊന്നും ഒരിക്കലും ഒരാളും പ്രസവിച്ചിടില്ല. തന്റെ ഫോട്ടോ ഈ കാണുന്ന സംഭവം തന്നെയല്ലേ തന്നെ പോലുള്ള ഒരു വാഴനെ ഒരിക്കലും ഒരു സ്ത്രീയും ഇങ്ങനെ ഒരു ജോലി ചെയ്യൂല. പിന്നെ താൻ എന്താ പറഞ്ഞത്? ഈ സ്ത്രീകളുടെ നാവ് വലിയതാണ്, അത് ചെറുതാക്കിയ പ്രശ്നം ഉണ്ടാവില്ല. ആ സ്ത്രീകളുടെ നാവ് വലുതാണ്. എന്താ തന്റെ നാവിന്റെ ഒരു പണ്ഡിതനായതുകൊണ്ടാണല്ലോ ഇങ്ങനെ കുറെ എഴുതി വിട്ടത്. എന്ത് വിചാരിച്ച് ഈ ഇങ്ങനെയൊക്കെ പറയുമ്പോ കേട്ട് മിണ്ടാണ്ടിരിക്കുന്ന സ്ത്രീകളെ ഈ കണ്ടിട്ടുണ്ടാവും. അത് അവിടെ പക്ഷെ എല്ലാ സ്ത്രീകളും അതുപോലെയാണെന്ന് ഈ വിചാരിക്കരുത് ട്ടാ. പിന്നെന്താ പറഞ്ഞ മൂത്രമൊഴിക്കണ സംഭവം, അത് വേറൊരു ലെവല്. ഇവിടെ ഞാൻ ഈ വീഡിയോയിൽ ഞാൻ എന്റെ വീഡിയോയിൽ ഞാൻ അങ്ങനെ ഉണ്ടോ വെച്ചിട്ട് ഞാൻ നോക്കി. ഒരു വട്ടം പോലും ഞാൻ പറയുന്നില്ല. എന്താണ് ഇവൻ പറയുന്ന സംഭവം അറിയോ? ആണുങ്ങൾക്ക് ഒരു സ്ഥലത്ത് നിന്നിട്ട് നീട്ടി എവിടെ വേണേലും മൂത്രമൊഴിക്കാം. ഈ മൂത്രമൊഴിച്ചോടോ, അതിന് ഞങ്ങളെന്ത് വേണോ? അപ്പൊ ഈ എവിടെ വേണേലും മൂത്രമൊഴിച്ചോ. അങ്ങനെ പലയിടത്തും നിന്നും നീട്ടി മൂത്രമൊഴിക്കുമ്പോൾ ശ്രദ്ധിക്കണം, പിഴ വരുട്ടാ. പിന്നെ ഈ പറഞ്ഞാണ് പെണ്ണുങ്ങൾക്ക് ഇവിടെ നിന്നിട്ട് നീട്ടി മൂത്രമൊഴിക്കാം, ഞങ്ങൾക്ക് മൂത്രമൊഴിക്കണ്ട. ഞങ്ങൾക്ക് അങ്ങനെ ചരിത്രം വേണ്ട. അത് ആദ്യം ചിന്തിക്കുക. തന്നെ പോലുള്ള മൊണ്ണകൾക്ക്, തെണ്ടിത്തരം പറയുന്ന നാവിന് നല്ല വിലങ്ങിടാന് ഇതേപോലുള്ള നാവാണ് ഞങ്ങൾക്ക് വേണ്ടത്. അത് ഞങ്ങൾക്ക് അത്യാവശ്യമുണ്ട് കേട്ടാ. എന്ത് വിചാരിച്ച് ഇതൊക്കെ കണ്ടിട്ട് മിണ്ടാണ്ട് ഇരിക്കുന്ന ഇതിന്റെ പബ്ലിക്കിൽ ഇട്ടിട്ട് തന്നെ നാറ്റിക്കന്നെയും. എന്തിനാടോ ഇത്? എന്റെ മോന്ത കണ്ടാൽ തന്നെ പട്ടി വെള്ളം കുടിക്കൂല. തെണ്ടിത്തരം പറഞ്ഞതിനൊരു പരിധി ഉണ്ട്. എന്നിട്ട് ഞാൻ ഇതിനുള്ള മറുപടി പറയണില്ല, കാരണം എനിക്കിപ്പോ നല്ല പ്രഷർ വന്നിരിക്കുകയാണ് ഇത് കണ്ടിട്ട്. അതായത് ഇവൻ ഈ മറ്റേ കുറെ മുന്നുള്ള ചില ഓൾഡ് ഏജസ് ഉണ്ടാവും, അതായത് കുറെ ഈ പ്രായമായവരൊക്കെ പറയൂലേ, അതുപോലത്തെ ഡയലോഗാണിത്. ചില അധികം പ്രായമായവരൊക്കെ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ എടുത്തിട്ട് പറയും. അത് എന്തിനാ നമ്മൾ മിണ്ടാണ്ടിരിക്കാനാ? പെണ്ണുങ്ങൾ അത് കേട്ടിട്ട് അയ്യേന്ന് വിചാരിച്ച് മിണ്ടാണ്ടിരിക്കാൻ. പക്ഷെ ഈ വിചാരിച്ച ആ കാലത്തുള്ള പെണ്ണുങ്ങളല്ല ഇപ്പോൾ ഉള്ളത്. അത് തന്നെ തുറന്ന് പറയും. ഈ എന്താ ചെയ്യാ? പിന്നെ ഒരു കാര്യം പിന്നെന്താ പറയണത് അവന്? പിന്നെ എന്നൊക്കെ പറയുന്നുണ്ട്. ഏതായാലും എടാ മൊണ്ണേ, ഈ എനിക്കുള്ള റിപ്ലൈ ഇനി ഇതിൽ മതിയായിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ നെഗറ്റീവ് കമന്റ് ഇതിലും അയക്ക്. എനിക്കൊരു പുല്ലടാ പുല്ല്. പിന്നെ അന്റെ ഇങ്ങനത്തെ ഇതുപോലത്തെ ഉള്ള കുറെ നെഗറ്റീവ് കണ്ടിട്ട് തളർന്ന് മിണ്ടാണ്ടിരുന്ന് വീഡിയോ ചെയ്യൂല എന്ന് പറഞ്ഞിരിക്കൂല. എനിക്ക് ഇഷ്ടമുള്ളത്ര വീഡിയോ ഞാൻ ചെയ്യും. എനിക്ക് ഇഷ്ടമുള്ളത് ഞാൻ പറയും. ഞാൻ അതിൽ പറഞ്ഞിട്ടുള്ള വീഡിയോയിൽ ഞാൻ എന്താ പറഞ്ഞുള്ള, ഒരു പെണ്ണ് ഒരു ആണും തമ്മിൽ പുറത്ത് ജോലി ചെയ്യുമ്പോ ഉള്ള ഒരു പെണ്ണിനും ആണിനും തമ്മിലുള്ള ഒരു വ്യത്യാസമാണ് അത്. ഇതിൽ കുറെ ആൾക്കാർ അതിന്റെ കമാൻഡ് വിട്ടിട്ടുണ്ട്. അതായത് അതിൽ കുറെയൊക്കെ സ്വീകാര്യണ്ട, അല്ലാന്നും പറഞ്ഞില്ല. ഒരു 100-ല് 70% ആണുങ്ങളും ഞാൻ പറഞ്ഞ പോലെ തന്നെയാണ്. വീട്ടിൽ നിന്നാണ് ജോബിന് പോകുന്നുണ്ടെങ്കിൽ അവർ വീട്ടിൽ എപ്പോഴും രാജാക്കന്മാരായിരിക്കും. പക്ഷെ ഒരു പെണ്ണാണ് ഒരു കല്യാണം കഴിച്ച വീട്ടിൽ നിന്നോ അല്ലെങ്കിൽ കല്യാണം കഴിയാത്ത വീട്ടിൽ നിന്ന് നമ്മളെ സ്വന്തം വീട്ടിൽ നിന്നൊക്കെ ജോലിക്ക് പോവുകയാണെങ്കിൽ പോലും വീട്ടിലത്തെ പണി കഴിച്ചിട്ട് തന്നെയാണ് പോകുന്നത്. അവർ ഡബിൾ ടാസ്കിങ് ആണ് എപ്പോഴും. ഡബിൾ ടാസ്കിങ് എന്നും പറഞ്ഞാൽ പോരാ, അതുക്കും മേലെയാണ്. ഞങ്ങളായിട്ട് ഒരു ദിവസങ്ങളൊന്ന് ജീവിച്ചു നോക്കടാ മൊണ്ണേ, അപ്പൊ മനസ്സിലാവും എനിക്ക് എന്താണെന്നുള്ളത്. ഞങ്ങൾക്കുണ്ട് മൂഡ് സിങ്സ്, ഞങ്ങൾക്കുണ്ട് പ്രഷർ, ഞങ്ങൾക്കുണ്ട് കാര്യങ്ങള്. ഇതൊക്കെ സഹിച്ചിട്ട് ഒന്നും വേണ്ട. ഇതൊക്കെ
വീട്ടിൽ പറഞ്ഞാൽ തന്നെ ചിലപ്പോ കേൾക്കും. തന്നെ പോലൊക്കെ ഉള്ള മരവാഴന് പടച്ചു വിട്ട് അവര് നാണിക്കും. അവന് മൂത്രമൊഴിക്കണ കാര്യം പറഞ്ഞു വന്നു. എനിക്ക് തോന്നിയ വീഡിയോ ഞാൻ ഇടും. എനിക്ക് ശരിയെന്ന് തോന്നിയ ഞാൻ ഇടും. താനാരാ? തനിക്ക് കാണാൻ പറ്റില്ലെങ്കിൽ കാണണ്ട, സ്കിപ്പ് ചെയ്ത് പോ. കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ മാത്രം കണ്ടാൽ മതി. അല്ല പിന്നെ